സീതാറാം യെച്ചൂരി CPM ജനറൽ സെക്രട്ടറി അന്തരിച്ചു. 72 വയസ്സിലാണ് സീതാറാം യെച്ചൂരിയുടെ അന്ത്യം. ശ്വാസകോശ അണുബാധയെ തുടർന്ന് ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ചികിത്സയിലായിരുന്നു. ഗുരുതരമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ യെച്ചൂരിയുടെ ആരോഗ്യനില. യെച്ചൂരി ഓർമ്മയായി എന്നുള്ള വിവരം, സങ്കടകരമായിട്ടുള്ള വാർത്ത ഇപ്പോൾ വരികയാണ്. കിരൺ ബാബു ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. കിരൺ, കറ തീർത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് സീതാറാം യെച്ചൂരിയെ എങ്ങനെ അനുസ്മരിക്കാം, ഓർത്തെടുക്കാം അദ്ദേഹത്തെ? CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ച് ഇന്ന് വൈകുന്നേരം 3:03 സീതാറാം യെച്ചൂരിയുടെ അന്ത്യമുണ്ടായത്. കഴിഞ്ഞ 29-ാം തീയതി മുതൽ അദ്ദേഹം എയിംസിൽ ചികിത്സയിലായിരുന്നു. ഗുരുതരമായ ശ്വാസകോശ രോഗത്തെ തുടർന്നാണ് അദ്ദേഹം ചികിത്സയിലായത്. ആദ്യം അദ്ദേഹത്തിന് ചികിത്സയ്ക്ക് ശേഷം ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു വന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ 5 ദിവസം മുമ്പ് വീണ്ടും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അതീവ മോശകരമായ അവസ്ഥയിലേക്ക് പോവുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ 3 ദിവസം മുമ്പ് തന്നെ ഡോക്ടർമാർ അവരുടെ പ്രതീക്ഷകളെല്ലാം ഏകദേശം അസ്തമിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. അദ്ദേഹത്തിന് 72 വയസ്സ് മാത്രമാണ് പ്രായം എന്നുള്ളത് കൊണ്ട് മാത്രമായിരുന്നു ഏക പ്രതീക്ഷ ഉണ്ടായിരുന്നത്. അത്രത്തോളം ഗുരുതരാവസ്ഥയിലേക്ക് അദ്ദേഹം മാറിയിരുന്നു. അവസാന ദിവസങ്ങളിലൊക്കെ മരുന്നിനോട് പ്രതികരിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് പ്രതികരിക്കാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരുന്നു. ഇന്നലെയോടുകൂടി തന്നെ അതീവ ഗുരുതരമായ അവസ്ഥയിലേക്ക് തന്നെ ഏത് സമയത്തും അങ്ങനെ ഒരു മരണം സംഭവിക്കാം എന്നൊരു നിലയിലായിരുന്നു. ഇന്ന് വൈകുന്നേരം 3:03 സീതാറാം യെച്ചൂരിയുടെ അന്ത്യം ഉണ്ടായിരിക്കുന്നത്. എയിംസ് ആശുപത്രിയിൽ വെച്ചാണ് സീതാറാം യെച്ചൂരി അന്തരിച്ചത്. നന്നേ ചെറുപ്രായത്തിൽ തന്നെ SFIയിലൂടെ CPMലെത്തിയതാണ്. CPMന്റെ ഏറ്റവും ചെറുപ്പക്കാരനായ തലമുതിർന്ന നേതാക്കളിൽ ഒരാൾ കൂടിയാണ് സീതാറാം യെച്ചൂരി. കേരളത്തിൽ അടിയന്തരാവസ്ഥ കാലത്ത് തന്നെ അടിയന്തരാവസ്ഥ വിരുദ്ധ പ്രക്ഷോഭത്തിലൂടെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ അടിയന്തരാവസ്ഥ വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ നായകനായി നിന്നുകൊണ്ടാണ് പ്രകാശ് കാരാട്ട്, സീതാറാം യെച്ചൂരി എന്ന് 2 പേരുകൾ ഇന്ത്യയിൽ ആകമാനം അടിയന്തരാവസ്ഥ വിരുദ്ധ പ്രക്ഷോഭകാരികളുടെ തലപ്പത്തേക്ക്, അങ്ങനെയുള്ള പോരാളികളുടെ തലപ്പത്തേക്ക് ഈ 2 പേരുകൾ എത്തുന്നത്.